എത്രയൊക്കെ ശ്രമിച്ചിട്ടും വായിക്കാനും എഴുതാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും കുട്ടിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒരു ലേണിംഗ് ഡിസബിലിറ്റിന്റെ ഭാഗമാവാം. എങ്ങനെ അതിനെ നമുക്ക് പ്രാക്ടീസിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ? 3 സ്റ്റെപ്പുകളിലൂടെയാണ് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. കുട്ടികൾക്ക് എന്തിലാണ് കഴിവുള്ളതെന്ന് വെച്ചാൽ അതിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് എടുക്കുക. വരക്കാന്, പാട്ട് പാടാന്, കഥകൾ പറയാൻ, അങ്ങനെ ഏതിലാണോ കോൺഫിഡൻസ് ഉള്ളത് അതിലൊന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കിനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഭയങ്കരമായിട്ട് വലിയ ടാസ്ക് ചെയ്യണം എന്നുണ്ടാവില്ല. ബ്രേക്ക് കൊടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് കുറച്ചും കൂടി അവരാ സക്സസ്സിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ആൻഡ് ഡോണ്ട് കമ്പയർ. അതായത് അവരെ കാര്യങ്ങൾ കുറച്ചും കൂടി അവർ ചെയ്യുന്ന കാര്യത്തിന് എൻകറേജ് ചെയ്യുക. ബാക്കിയുള്ള കുട്ടികളെ അവൻ ചെയ്യുന്നുണ്ടല്ലോ, നീ എന്താ ചെയ്യാത്തത്, അത്തരത്തിലുള്ള കമ്പാരിസൺ നമ്മൾ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ക്ഷമയോടുകൂടി നല്ല സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും.